ഹലോ എവ്രിവൺ. അപ്പോ നമ്മുടെ ഇന്നത്തെ ലിറ്റററി ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആം, അപ്പോ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപർണനെ ക്ഷണിക്കുകയാണ്. അപ്പൊ അപർണ സ്റ്റാർട്ട് ചെയ്തു. ഹായ് എവ്രി വൺ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താ പറയുക, ബിഗ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് മൂവിയാണ്. ഈ ഒരു മൂവിയിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിയോ ചുനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം ബാധിച്ചിട്ടുള്ള ഒരു 20 വയസ്സുകാരൻ്റെ കഥയാണ്. ഈ കഥയിൽ ഇവനെ ഒരു അച്ഛന്, അമ്മ, പിന്നെ ഒരു മുത്തശ്ശി, ഇവരൊക്കെയാണ് ഇവരുടെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഈ കഥയിൽ കാണിക്കുന്നത്. ഇവന് കവിതകളൊക്കെ എഴുതാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ കഥയുടെ തുടക്കത്തിൽ തന്നെ, അതായത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഇവൻ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കുകയും ഓന്റെ പേര് ആരോ അടിയിൽ നിന്ന് വിളിക്കുന്ന കേട്ട് വന്ന് നോക്കുമ്പോൾ ഇവന്റെ മുത്തശ്ശി റൂമിൽ നിന്ന് ഇവനെ കാണാൻ വേണ്ടി വന്ന ഒരു ഇതിലാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ ഇവന്റെ അമ്മ ഇവന്റെ മുത്തശ്ശിനെ ഇവനെ നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, അമ്മ പ്രഗ്നന്റ് ആണ്. പക്ഷെ ആ കാര്യം അവരുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ട് അമ്മ വേറൊരു വീട്ടിൽ പോയിട്ട് നിൽക്കുകയാണ്. അതായത് ഇവന്റെ അടുത്ത് നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് അമ്മ വേറൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് ഇവനെ നോക്കാൻ ഒരാൾ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് മുത്തശ്ശിനെ വിളിക്കുകയാണ്. ഇവനും മുത്തശ്ശി നല്ല കൂട്ടാണ്. ഇവന് വന്നിട്ട് ഇവനെ എല്ലാവരും നോർമലൈസ് ചെയ്ത് കാണണം, അതായത് ഒരു സാധാരണ പയ്യനെ പോലെ കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഇവൻ ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ഇവനെ ഒരു സ്പെഷ്യൽ കിഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവന്റെ അമ്മ പോലും ഇവനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പക്ഷെ ഇവന്റെ മുത്തശ്ശി വന്നിട്ട് ഇവനെ സാധാ നോർമലായിട്ട് ഒരു കുട്ടീനെ കാണുന്ന പോലെയാണ് ഇവനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവന് മുത്തശ്ശിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കഥയിൽ ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ, ഇവന്റെ മുത്തശ്ശി ഇവന്റെ അമ്മയ്ക്ക് പകരമായിട്ട് ഇവനെ നോക്കണതും, മുത്തശ്ശിക്ക് ഒരു കൊയർ ഗ്രൂപ്പ് ഉണ്ട്, കുറെ മുത്തശ്ശിമാരൊക്കെ ഉള്ള ഒരു കൊയർ ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് ഇങ്ങനെ വലുതായിട്ട് ഈ പാട്ടൊന്നും അങ്ങനെ പാടാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഇവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. പക്ഷേ എന്താണ് അതിലെ ഈ കൊയർ ഗ്രൂപ്പിൽ തന്നെ മെയിൻ എന്താണ് ഡ്രംസ് ഒക്കെ വായിക്കുന്ന ഒരാൾ അതിന്ന് അവർ തെറ്റി പിരിഞ്ഞു പോയപ്പോൾ ചുനോയ്ക്ക് ഒരു അവസരം കിട്ടുകയും ചുന പിന്നീട് ആ മുത്തശ്ശന്മാരുടെ ഒക്കെ കൂടി കൊയറിൽ പോയിട്ട് ഡ്രംസ് വായിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചുനേൻ്റെ ലൈഫ് കൊയർ ഗ്രൂപ്പ്, എക്സസൈസ്, പിന്നെ അവനക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള എൻട്രൻസ് എക്സാമിന് പ്രിപ്പറേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ അമ്മ വിചാരിക്കുന്നത് വെച്ചാൽ, അമ്മ പ്ലാൻ ചെയ്ത പോലെയാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന്. കാരണം അവൻ്റെ അമ്മയ്ക്ക് അവനെ സ്പെഷ്യൽ സ്കൂളിൽ വിടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് അവൻ ചെയ്യുന്നതെന്നാണ് അവൻ്റെ അമ്മ വിചാരം. കാരണം അമ്മ അവൻ്റെ കൂടെ ഇല്ലല്ലോ, മുത്തശ്ശിയാണല്ലോ അവൻ്റെ കൂടെ ഉള്ളത്. മുത്തശ്ശിയാണെങ്കിൽ ഇവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇവൻ ഈ കൊയർ ഗ്രൂപ്പിലൊക്കെ പോയിട്ട് അവർ ഡ്രംസ് ഒക്കെ ആദ്യമൊക്കെ ഇവന് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവനത് ഇമ്പ്രൂവ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കൊയർ ഗ്രൂപ്പിൽ പോയിട്ട് ഒരു പാർക്കിൽ വെച്ചിട്ടാണ് ഇവർ കൊയർ ഗ്രൂപ്പൊക്കെ ചേരുക. അപ്പോൾ അവിടെ വെച്ചിട്ട് അവനൊരു പെൺകുട്ടീനെ കാണുകയും അങ്ങനെ ആ പെൺകുട്ടീനോട് ഇഷ്ടം ഉണ്ടാവുകയും, പിന്നെ മുത്തശ്ശി ഇവനെ മനസ്സിലാക്കണോണ്ട് തന്നെ മുത്തശ്ശിക്ക് ഇവൻ ആ കുട്ടീനോട് എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മുത്തശ്ശി വഴി ആ കുട്ടീൻ്റെ അടുത്തൊരു കമ്പനിയൊക്കെ ഉണ്ടാവുകയും, പിന്നെ അതായത് ആ സെയിം സമയത്ത് തന്നെ ഇവനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, ഒരു നോർമൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവൻ്റെ അമ്മ അതിന് സമ്മതിക്കാത്തതുകൊണ്ട് അതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന് ചെറിയ പാർട്ട് ടൈം വർക്കൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് അവന് അത് പാർട്ട് ടൈം വർക്ക് ചെയ്തിരുന്നത്. ആദ്യം അവന് ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന സമയത്ത് ഇവനെ കണ്ട സമയത്ത് അവിടുത്തെ റെസ്റ്റോറൻറ്റിലത്തെ ഉടമ അവനെ കണ്ടപ്പോൾ ഇവനെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്തു. പക്ഷേ അവനെ ആ മെനു ഒക്കെ കാണാതെ പഠിച്ച് പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ ആ റെസ്റ്റോറൻറ്റിലെ എല്ലാ കാര്യങ്ങളും ഒരു കസ്റ്റമർ വന്നപ്പോൾ ആ കസ്റ്റമറിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട്, അവന് നടക്കാനൊന്നും വയ്യെങ്കിൽ പോലും അവനതൊക്കെ എല്ലാവർക്കും ഇങ്ങനെ അവൻ്റെ ആ വേ ഓഫ് പ്രസൻറ്റേഷനും അതൊക്കെ കണ്ടിട്ട് അയാൾ അവന് ജോലി കൊടുത്തു. അങ്ങനെ പിന്നെ ഉള്ള ചുനുവിൻ്റെ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊയർ ഗ്രൂപ്പ്, ആ കഫേയിലെ ജോലി, പിന്നെ അതുപോലെ തന്നെ അവൻ്റെ നോർമൽ യൂണിവേഴ്സിറ്റിക്ക് പോകാനുള്ള എൻട്രൻസ് പഠനം, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി കൊയർ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനും എന്താ പറയുക, ഈ ചുനുവിൻ്റെ എന്താണ് പാർക്കിൽ വെച്ചിട്ട് ചുനോക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവരായിട്ട് ചുനോ കമ്പനി ആയതുകൊണ്ട് ആ പെൺകുട്ടീനൊക്കെ വെച്ചിട്ട് ഒരു പാർട്ടി വീട്ടിൽ അറേഞ്ച് ചെയ്തു. ആ സമയത്ത് ആണ് ചുനുവിൻ്റെ അമ്മ വരുന്നത്. ഇവൻ്റെ അമ്മ ഇടയ്ക്കൊക്കെ ഇവൻ അന്ന് വിസിറ്റ് ചെയ്യും, ഇടയ്ക്ക് വീഡിയോ കോളിൽ വരികയൊക്കെ ചെയ്യുക. കാരണം ഇവൻ്റെ അമ്മയ്ക്ക് അവൻ്റെ അമ്മേൻ്റെ പ്രഗ്നൻസി അവനിൽ നിന്ന് മറച്ചു വെക്കണമായിരുന്നു.
അതിന്റെ റീസൺ ആദ്യം നമുക്ക് പറഞ്ഞില്ല. പിന്നെ അതിന്റെ അവസാനത്തിൽ അവന്റെ മുത്തശ്ശി അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ അമ്മയ്ക്ക് എന്താണ് ഷുഗർ ലെവൽ കൂടുതലായിരുന്നു, അപ്പൊ എപ്പോ വേണമെങ്കിലും അബോഷനായി പോകും എന്നുള്ള പേടി കൊണ്ടാണ് എന്നോട് പറയാത്തതെന്നാണ് അവൻ്റെ അടുത്ത് മുത്തശ്ശി പറയാ. പക്ഷെ യഥാർത്ഥ റീസൺ അതൊന്നുമല്ല. ഇവന് ഇങ്ങനത്തെ ഒരു അസുഖമുള്ള കുട്ടി ഇപ്പൊ വേറൊരു കുട്ടി വരുമ്പോ ഇവന് ആ കുട്ടീനെ എന്തെങ്കിലും ചെയ്യോ, അങ്ങനത്തൊക്കെ അവന്റെ അമ്മേന്റെ കൺസേൺ കൊണ്ടാണ് അവന്റെ അമ്മ അതൊക്കെ മറച്ചു വെച്ചിരുന്നത്. അങ്ങനെ അവന്റെ അമ്മ ഇവനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം വന്ന സമയത്താണ് ഈ പാർട്ടി നടക്കുന്നത്. അപ്പോൾ പാർട്ടി അവന്റെ അമ്മ ആകെ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇതെന്താ ഇതൊക്കെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കും. അപ്പൊ ആ സമയത്ത് ചുന പാർക്കിന്ന് കണ്ട് പരിചയപ്പെട്ട ആ പെൺകുട്ടി തമ്മിലൊരു കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ പെൺകുട്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ചുനോന്റെ പുസ്തകം അവിടെ വീട്ടിൽ വന്ന സമയത്ത് ചുനോന്റെ പുസ്തകമൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ചുന ഈ കവിത എഴുതുന്നത് നല്ല ഇഷ്ടമുള്ള ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ ആ കവിതയെന്ന് ഇവളെടുത്ത് ഇവനൊരു ഇഷ്ടമുണ്ടെന്ന് അവള് റിയലൈസ് ചെയ്തുകൊണ്ട് ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, മറ്റ് ആൺകുട്ടികളെ പോലെ നിനക്ക് പെൺകുട്ടികളുടെ അടുത്ത് ഇങ്ങനത്തെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ എന്ന് അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിച്ചു. അപ്പോൾ അവളടുത്ത് ആദ്യം താങ്ക്സ് പറയുക ചെയ്യുന്നത്. ഇജ്ജ് എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടോയെന്ന് നീ എൻ്റെ അടുത്ത് ചോദിച്ചില്ല, കാരണം എൻ്റെ അമ്മ ഉൾപ്പെടുന്ന സമൂഹം എല്ലാവരും എന്നെ ഒരു വയ്യാത്ത കുട്ടി, ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രം കഴിവുള്ള ഒരു കുട്ടി, അത് മാത്രമേ എന്നെ കൊണ്ട് കഴിയുള്ളൂ, വേറെ ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സമയത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കാൻ പോലും എനിക്ക് ആരുമില്ല, അപ്പൊ നീ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഓനത് താങ്ക്സാ പറയുന്നത്. അപ്പോഴാണ് അവൻ്റെ അമ്മ കയറി വരുന്നത്. അപ്പോൾ അവൻ്റെ അമ്മ കേൾക്കാൻ വേണ്ടി ഓൻ ഈ ഡയലോഗ് ഒന്നും കൂടി എടുത്ത് പറയും. പിന്നെ നമുക്ക് കാണിക്കുന്നത് ഇവൻ്റെ അമ്മയും മുത്തശ്ശി ഇവനും കൂടി ഒരു ആർഗ്യുമെന്റ് ആണ്. അതായത് അവൻ്റെ അമ്മ ഓൻ അങ്ങനെ പറഞ്ഞതിനെ കുറിച്ചിട്ടും പിന്നെ ഓനോട് സ്പെഷ്യൽ സ്കൂളിൽ അഡ്മിഷൻ സെറ്റ് ആക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഓൻ പറഞ്ഞു, വേണ്ട, ഞാൻ നോർമൽ യൂണിവേഴ്സിറ്റി, എല്ലാവരും പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി പോയിട്ടേ പഠിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ, നിനക്ക് എന്താവാൻ ആഗ്രഹം, നീ നോർമൽ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ട് നീ എനിക്ക് എന്ത് കിട്ടാനാണ്, നിനക്ക് ടീച്ചർ ആവാനാണോ ആഗ്രഹം എന്ന് ചോദിക്കും. അപ്പോൾ അവന് ചുനോക്ക് ടീച്ചർ ആവാനാട്ടോ ആഗ്രഹം. അപ്പോൾ ചുന പറയും, അതെ, എനിക്ക് ടീച്ചർ ആവണം എന്ന് പറയും. അപ്പോൾ അവൻ്റെ അമ്മ പറയും, നിന്നെപ്പോലുള്ള ഒരാളെ കുട്ടികൾ കളിയാക്കും, ടീച്ചേഴ്സൊക്കെ അംഗീകരിക്കുമോ, അവിടെയുള്ള മറ്റു ആൾക്കാർ എന്നെ അംഗീകരിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവനെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ച്. അപ്പോൾ അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ജനിക്കാൻ കാരണം ഞാനാണോ, അതായത് ഈ സെറിബ്രൽ പാൾസി എന്നുള്ള അസുഖം എന്ന് വെച്ചാൽ മസ്തിഷ്കത്തിന് എത്തുന്ന ഒരു ക്ഷതം, ഈ പ്രഗ്നൻസി ഡെലിവറി ടൈമിൽ നമ്മുടെ തലച്ചോറിനൊരു ക്ഷതം സംഭവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ആയിട്ട് ജനിക്കാൻ കാരണം ഞാനാണോ, അങ്ങനെയൊക്കെ രീതിയിൽ അമ്മനെ കുറ്റപ്പെടുത്തിയിട്ട് അവൻ സംസാരിക്കും. അപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിലിപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ അവൻ്റെ അമ്മ അവനെ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ വേറൊരു ഇൻസിഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അംഗീകരിക്കാത്ത ഓരോ ഇൻസിഡന്റ് ആയിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിൽ പിന്നെ ഒരു ഇൻസിഡന്റിൽ വെച്ചാൽ ഇവനും എൻ്റെ മുത്തശ്ശിയും കൂടി ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു അമ്മയും കുഞ്ഞും കയറിയപ്പോൾ ഇവൻ എന്ത് ചെയ്ത് നീറ്റ് കൊടുത്തു. അപ്പോൾ ആ കുട്ടി ഇവനെ ഇങ്ങനെ കൗതുകത്തിൽ നോക്കുക, കാരണം ഇവനെ കയ്യും കാലൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാവില്ല അതിൻ്റെ ഒക്കെ ഷേപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അവനങ്ങനെ നോക്കിയപ്പോൾ ആ കുട്ടീൻ്റെ അമ്മയ്ക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആ കുട്ടീൻ്റെ മുഖം തിരിച്ചു വെച്ചു. അത് അവന് ഭയങ്കര വിഷമം ഉണ്ടാക്കി. പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ടപ്പോൾ ഇവന് നിലത്ത് വീഴാണ് ചെയ്തത്. അപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ നീറ്റ് വന്നിട്ട് ഇവൻ അമ്മയ്ക്ക് കുറിച്ചിട്ട് നീറ്റ് കൊടുത്തവൻ്റെ നന്മേനെ ഒന്നും നോക്കാതെ വെറുതെ ഇവനായിട്ട് ചീത്ത അറിയുക ചെയ്തത്. അങ്ങനെ ഒരു ബാഡ് ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ഓൻ എന്ത് ചെയ്തു, വീട്ടിൽ വന്ന സമയത്ത് ഈ ബസ്സിലെ ആളുകൾക്കെതിരായിട്ടൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അപ്പോൾ അവൻ്റെ മുത്തശ്ശി ഇങ്ങനെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചുനോ നീ ഇത് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കംപ്ലൈന്റ് ഓൺലൈനിൽ ഫയൽ ചെയ്യുകയാണ്, കാരണം അവർ എനിക്കെതിരെ ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണെന്ന് പറയും. പക്ഷെ അപ്പോൾ എൻ്റെ മുത്തശ്ശി ഇങ്ങനെ പറയും, ഇതൊന്നും നീ ചെയ്തിട്ട് കാര്യമില്ല, ആരും അത് അംഗീകരിക്കില്ല, ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു കുട്ടി ചെയ്താലും പോലും അംഗീകരിക്കില്ല, അപ്പം നീ ചെയ്താൽ ആരെങ്കിലും അംഗീകരിക്കും എന്നൊക്കെ രീതിയിൽ മുത്തശ്ശി എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പം പറയും, ആരും ഇത് മൈൻഡ് ആക്കിയില്ലെങ്കിലും എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിൽ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ അത് കംപ്ലൈന്റ് അവിടെ കൊടുക്കും. പിന്നെ ഇങ്ങനെ ഈ ഡെയിലി റുട്ടീനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഒരു ദിവസം നമുക്ക് കാണിക്കുന്നത് വെച്ചാൽ ചുനോ ചുനോൻ്റെ അമ്മ എന്താ പറയുക, ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരികയാണ് ഇവർ കൊയർ ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത്. അപ്പോഴാണ് ചുനോ അറിയുന്നത് അമ്മ പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ചുനോ ആദ്യമൊക്കെ ഷോക്കായി. പിന്നെ അവന്
ആ കുട്ടീനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവന് കുട്ടീനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് അമ്മ ബാത്റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മനെ അച്ഛനും മുത്തശ്ശിയും കൂടി ബാത്റൂമിലേക്ക് കൊണ്ടുപോകും. കുട്ടി അവിടെ ഒറ്റയ്ക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ കുട്ടീൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇങ്ങനെ ഭയത്തിൽ നോക്കിയിട്ടാണ് അമ്മ ബാത്റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവൻ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് നിന്നപ്പോൾ, സാധാരണ ചെറിയ കുട്ടികളെ ഇങ്ങനെ ആരെങ്കിലും കണ്ടൊക്കെ അറിയില്ല, അപ്പോൾ അങ്ങനെ കുട്ടി കരഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഓടി വന്നിട്ട് ഇവനെ ഒരൊറ്റ തള്ളുകയാണ്. ആ ഇതിൽ ഓൻ വീഴാൻ വരെ പോയിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറയും, നീ ആ കുട്ടീനെ എന്തെങ്കിലും ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ട് അവനോട് മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുകയും അവനെ തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അത് അവന് ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് അവനെ തിരിച്ചു പോരുന്നു. എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീൻ വെച്ചാൽ അവൻ്റെ കഫേയിൽ നിന്നിട്ട്, അവന് വർക്ക് ചെയ്യുന്ന കഫേയിൽ നിന്നിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു, പുതുതായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ റെസ്റ്റോറൻറ്റിലെ മുതലാളി വന്നിട്ട് ഇവനെ വീഡിയോ എടുക്കുന്നു, ഇവൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ നിന്നിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇവനെ വെച്ചിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവനെ പോലുള്ള ഒരു കുട്ടീനൊക്കെ ഇവിടെ ഈ ജോലിക്ക് നിർത്തിയത്, അല്ലാണ്ട് ഇവനെ കൊണ്ടൊന്നും വലിയ ഉപകാരമില്ല, ഇവർക്ക് പൈസ ഉണ്ടാക്കാനും പ്രൊമോഷനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവനങ്ങനെ മോശമാക്കിയുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അത് അവനെ കേട്ടിട്ട് അതും അവനൊരു വിഷമായി. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്വീറ്റ്സ് ഒക്കെ പൊതിഞ്ഞിട്ട് ഇവനെ മറ്റേ പാർക്കിൽ ഇവനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടീനായിട്ട് ഫ്രണ്ടായെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോകും. ആ കുട്ടീൻ്റെ പേര് യായ എന്നാണ്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ ഒരു മോളിൽ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവന് ഇവളുടെ അടുത്ത് ഒരു ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ ജസ്റ്റ് അവളെ കൈ ഒന്ന് പിടിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ആ പബ്ലിക് സ്പേസിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരാൾ അവളെ കൈ പിടിച്ചപ്പോൾ അവൾ പെട്ടെന്ന് കൈ പൊതിറിയതിന് ശേഷം അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം, എനിക്ക് ബാത്റൂമിൽ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകും. അപ്പോൾ ഓന് മനസ്സിലായി ഓന് പിടിച്ചത് ഓക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടും ഓൻ്റെ അടുത്ത് ഓൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് പോകാമെന്ന് ഓൾക്ക് മനസ്സിലായി. ഓളിങ്ങനെ പോണത്, ഓൾ തിരിഞ്ഞു വെക്കാതെ ഒരൊറ്റ നടക്കുന്നത്. അപ്പോൾ ഓള് പോണത് ഇങ്ങനെ നോക്കി നിന്ന് കുറച്ചു നേരം അവിടെ നിന്ന്. പിന്നെ നമുക്ക് കാണിക്കുന്നത് ഇവനെ ഈ സ്വീറ്റ്സ് ആയിട്ട് അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശി അവന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വന്നിട്ട് മുത്തശ്ശിക്ക് കുറച്ച് കൊടുത്തിട്ട് പറയും, അമ്മേൻ്റെ അടുത്ത് ഒരു പെട്ടി അമ്മയ്ക്ക് കൊടുക്കണം, അമ്മയുടെ അടുത്ത് പറയണം എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ലയെന്ന്. അപ്പം അമ്മയുടെ വിഷമത്തിൽ ചെയ്തതാവും, പക്ഷെ എനിക്ക് അമ്മയുടെ അടുത്തൊരു ദേഷ്യം ഇല്ലയെന്ന് അമ്മയുടെ അടുത്ത് പറയണം എന്നൊക്കെ ഓൻ പറയും. അപ്പം മുത്തശ്ശി പറയും, ആയിക്കോട്ടെ, പക്ഷെ അമ്മയ്ക്ക് മിഠായി കൊടുക്കാൻ പറ്റില്ല, എൻ്റെ അമ്മയുടെ ഷുഗർ ലെവൽ ഇപ്പോഴും ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയും. എന്നിട്ട് മുത്തശ്ശി അതിനൊരു സ്വീറ്റ്സ് എടുത്ത് കഴിച്ചിട്ട് മുത്തശ്ശി അടുക്കളയ്ക്ക് പോകും. ആ സമയത്ത് ഇവന് വെച്ചാൽ സ്പീഡിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തൊണ്ട അടഞ്ഞിട്ട്, ഇങ്ങനെ സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികൾക്ക് സ്പീഡിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേഗം തൊണ്ട അടഞ്ഞിട്ട് ശ്വാസം മുട്ട അങ്ങനത്തെ ഇതുണ്ടാവും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, അത് ഇവനെ അറിയാം. എന്നിട്ടും ഇവൻ എന്ത് ചെയ്യും, ആ പെട്ടിയിൽ നിന്ന് അവനുണ്ടാക്കിയ സ്വീറ്റ്സൊക്കെ അതായത് ഇവന് ഈ ഓൻ്റെ റെസ്റ്റോറൻറ്റിലെ ഇൻസിഡൻറ്റ്, പിന്നെ സ്നേഹിച്ച പെൺകുട്ടി അവനെ മനസ്സിലാക്കാതെ ഒഴിവാക്കി പോയ ഇൻസിഡൻറ്റ്, പിന്നെ അമ്മ ചെയ്തത്, ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവന് മാനസിക പ്രശ്നം ഉണ്ടായിട്ട് ഇവൻ എന്ത് ചെയ്തു, ആ സ്വീറ്റ്സൊക്കെ വേഗം എടുത്തിട്ട് വായിൽ ഇങ്ങനെ കുത്തി മരിക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി എന്നിട്ട് പിന്നെ ശ്വാസം കിട്ടാതെ അവനെ കിടന്ന് പെടയായിരുന്നു. ആ സമയത്ത് മുത്തശ്ശി പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ അവനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ അവനിങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് സങ്കടം വന്നിട്ട് അവൻ്റെ അമ്മ വന്നിട്ട് അവൻ്റെ അടുത്ത് സോറി പറയുക, അമ്മേൻ്റെ തെറ്റ് അമ്മയ്ക്ക് മനസ്സിലായിട്ട് അവൻ്റെ അടുത്ത് കുറേ സോറിയൊക്കെ പറഞ്ഞപ്പോൾ അവൻ അംഗീകരിച്ചെന്നൊക്കെ മനസ്സിലായപ്പോൾ അവനെ ക്ഷമിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവർ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ നമുക്ക് കാണിക്കുന്നത് വെച്ചാൽ ജുനോ അവൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും അനിയത്തീൻ്റെ ഒക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണിക്കും. പിന്നെ ഒരു ദിവസം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓനൊരു ലെറ്റർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓൻ ആ ലെറ്റർ നോക്കുമ്പോൾ ഓനക്ക് സാധാ നോർമൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഓൻ അതിലുള്ള എല്ലാ ടാലൻറ്റ് എക്സാമും പാസ്സായിട്ട് ഓന് നോർമൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയതിൻ്റെ ലെറ്റർ വരും. അപ്പോൾ അത് ഓന് മുത്തശ്ശിനെ കാണിച്ചു കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു ഹാപ്പി ആയിട്ടുള്ള സീൻ നമുക്ക് അവിടെ കാണിക്കും. എന്നിട്ട് പിന്നെ ഉള്ളത് വെച്ചാൽ മുത്തശ്ശീൻ്റെയും കൊയർ ഗ്രൂപ്പിനെ വിദേശത്തൊരു ആദ്യമായിട്ട് കൊയർ ഗ്രൂപ്പിനും മുത്തശ്ശിക്കൊക്കെ ഒരു പരിപാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പരിപാടിക്ക് പോണതാണ് പിന്നെ കാണിക്കുന്ന സീന്. അവിടെ ആ പരിപാടിക്ക് പോകാൻ വേണ്ടി ഒരു എയർപോർട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് അറിയുന്നത് അത് മുത്തശ്ശീനെ പൈസ ഒക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പറ്റിച്ചതാണെന്നും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലയെന്നും അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവരങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ചുനുക്ക് ഒരു കോൾ വരിക. ആ കോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബസ്സിൽ ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, ആ ഇൻസിഡൻറ്റിൽ ഇവനൊരു കേസ് ഫയൽ ചെയ്തിരുന്നില്ല, അതിന് ആ ഒരു കേസിന് കാരണം അപ്പോൾ അതിലുള്ള ബസ്സിലത്തെ
ഡ്രൈവറിനെ നല്ല നടപ്പിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് വിടുകയും ചുനുവിനോട് മാപ്പ് ചോദിക്കാനായിട്ടൊരു മീറ്റിംഗ് ആ ഒരു ബസ്സിൻ്റെ ആൾക്കാരെല്ലാവരും കൂടി ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ മീറ്റിങ്ങിലേക്ക് ഇവരെ വിളിക്കും. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും കൂടി കൊയർ ഗ്രൂപ്പ് എല്ലാ മെമ്പേഴ്സും കൂടി അവിടെ പോവുകയും അവിടെ വെച്ചിട്ട് ഇവൻ്റെ അടുത്ത് സോറി പറയും. പിന്നെ അവനൊരു പ്രസംഗം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിലും അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ എന്താണ് ഇന്നൊരു അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ കിഡ് ആയിട്ടാണ് കാണുക. പക്ഷേ ഞാൻ ആദ്യമായിട്ട് എന്നെ നോർമലായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് കണ്ടത് ഈ കൊയർ ഗ്രൂപ്പിലത്തെ ആൾക്കാരാണ്. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനിങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഭാഗത്ത് ശരി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ എനിക്ക് നീതി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാവരും ട്രൈ ചെയ്യണ പോലെ ഞാനും ട്രൈ ചെയ്താന്ന് പറഞ്ഞിട്ട് ഓനൊരു പ്രസംഗമൊക്കെ അവിടെ നടത്തും. പിന്നെ ഈ കഥേൻ്റെ അവസാനത്തിൽ നമുക്ക് കാണിക്കുന്നത് ചുനുവും ചുനുവിൻ്റെ മുത്തശ്ശിയും കൂടെ ഒരു റിവർ സൈഡിൽ നിൽക്കും. എന്നിട്ട് അവിടെ ഓനക്കിങ്ങനെ ഓൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ ഓനക്കൊരു പൂച്ചക്കുട്ടീനെ തെരുവിൽ നിന്ന് കിട്ടിയിരുന്നു, 3 കാലിലെ പൂച്ചക്കുട്ടീനെ. അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഇവനെ പോലെ തോന്നിയോണ്ട് അവൻ എടുത്ത് വളർത്തി. പക്ഷെ ഒരു സമയത്ത് ആ പൂച്ച ചത്ത സമയത്ത് അതിൻ്റെ ചിതാഭസ്മം ഓനൊരു ചെറിയ ബോക്സിലാക്കി വെച്ചിരുന്നു. അപ്പോൾ ഓൻ ആ ബോക്സിലത്തെ ആ ആഷസ് ഒക്കെ ആ റിവറിൽ ഇങ്ങനെ ഒഴുക്കി കളഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മുത്തശ്ശീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശി കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും. അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ട്രെയിൻ ടിക്കറ്റ് അയച്ചു തരാം. മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിൻ്റെ ട്രെയിൻ ടിക്കറ്റ് അയച്ചു തരാം. മുത്തശ്ശിക്ക് അവിടെയൊക്കെ പോവുക. ഇനി മുത്തശ്ശി കുറച്ച് കാലം സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചോളൂ. ഇനി എന്നെ നോക്കി ബുദ്ധിമുട്ടണ്ട. ഇനി ഞാൻ തന്നെ നോക്കിക്കോളാം എന്നെന്ന് മുത്തശ്ശീൻ്റെ അടുത്ത് പറയും. അങ്ങനെ ആ ഒരു ഭാഗത്ത് ഈ സിനിമ എൻഡ് ആവാണ്. എന്നിട്ട് ചെറിയൊരു പോർഷനിൽ നമുക്ക് കാണിക്കുന്നുണ്ട് മുത്തശ്ശീൻ്റെ കൊയർ ഗ്രൂപ്പും കുറേ ആഗ്രഹിച്ചിരുന്ന ഒരു പരിപാടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരെ ആൾക്കാർ പറ്റിച്ചുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പരിപാടി അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇവൻ്റെ സോറി പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ടാവില്ല, അവിടെ വെച്ചിട്ട് ഇവര് ഒരു കൊയറിൻ്റെ ചെറിയൊരു പരിപാടി നടന്നതായിട്ടുള്ള ഒരു സീൻ നമുക്ക് ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെറിബ്രൽ പാൾസി എന്നുള്ളൊരു അസുഖമുള്ള കുട്ടി തൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അവനെ നോർമലായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആരും അവനെ അങ്ങനെ കാണാനുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു സമയത്ത് അവന് ബുദ്ധിമോശം സംഭവിച്ചിട്ട് അവന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും പിന്നീട് അവനെ എല്ലാവരും മനസ്സിലാക്കുകയും കംപ്ലീറ്റ്ലി എല്ലാവരും മാറി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവൻ ആഗ്രഹിച്ച പോലെ അവൻ്റെ അമ്മയും മാറി. പിന്നെ ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു അഡ്മിഷൻ, അങ്ങനെ അവൻ ആഗ്രഹിച്ച പോലെ ചില കാലങ്ങളൊക്കെ അവൻ്റെ ആഗ്രഹിച്ച പോലെ നടന്നിട്ട് കാണുന്ന ഒരു ചെറിയ സംഭവമാണിത്. അപ്പോൾ ഇതാണ് സിനിമ. താങ്ക് യു അപർണ. അപ്പൊ അപർണ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിന്റെ ഫീഡ്ബാക്ക് പറയാനായിട്ട് ഫസ്റ്റ് തസ്നിയാനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു സൂര്യ. അപർണ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ആ ഒരു സ്റ്റോറിയുടെ കറക്റ്റ് ആയിട്ടുള്ള രൂപം നമുക്ക് എന്താന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റി. ആ ബുക്ക് വായിച്ചൊരു ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു അപർണ. നെക്സ്റ്റ് ഫീഡ്ബാക്ക് പറയാനായിട്ട് സുഫൈനാനെ ക്ഷണിക്കണം. താങ്ക് യു സൂര്യ. ഞാൻ ഈ സ്റ്റോറി കണ്ടിരുന്നു. നല്ലതായിട്ടുള്ള ഒരു നല്ല ഫിലിമാണിത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ടീച്ചർ ആകാനുള്ളതാണ്. അപ്പൊ നമ്മളെ ക്ലാസ്സിലും ഇതുപോലെയുള്ള കുട്ടികൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെയുള്ള അബ്നോർമൽ ആയിട്ടുള്ള കുട്ടികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാതെ നമുക്ക് മറ്റു കുട്ടികളെ നമ്മൾ എങ്ങനെ കാണുന്നത് അതുപോലെ നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ, ഇങ്ങനെ നോർമൽ അല്ലാത്ത കുട്ടികളെ നമ്മൾ ഈ സൊസൈറ്റിയിൽ ഒരു ചാൻസ് കൊടുക്കണം. സൊസൈറ്റി ആയാലും അതേപോലെ നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊരു ചാൻസ് കൊടുക്കണം ഇങ്ങനത്തെ കുട്ടികൾക്ക്. നമ്മൾ ടീച്ചർ ആകാനുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളൊരു ചാൻസ് കൊടുക്കണം. ഇവരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അവർക്ക് അവരുടേതായ കഴിവുകൾ ഉണ്ടാവും. നന്നായിട്ട് ചെയ്തിരുന്നു. അപ്പന്നെ നന്നായിട്ടാണ് ഈ സ്റ്റോറി പറഞ്ഞത്. ഈ സ്റ്റോറി നല്ല സ്റ്റോറിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്ക് യു എവ്രി വൺ. മിസ് നിർത്തല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു.